ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എസ് വിപിൻ കഥ തിരക്കഥ എഴുതി അനശ്വര രാജൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, ബൈജു സന്തോഷ്, അസീസ് നെടുമങ്ങാട്, നോബി മാർക്കോസ്, മല്ലിക സുകുമാരൻ എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത 1 മണിക്കൂർ 53 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വർഷം, അതായത് 2025 ജൂൺ 13 തിയേറ്ററിൽ റിലീസ് ചെയ്ത, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസം മുമ്പായിട്ട് OTT-യിൽ റിലീസ് ചെയ്ത 1 മണിക്കൂർ 54 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പൊളപ്പ സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മല്ലിക സുകുമാരൻ മരിച്ചു പോവുകയാണ്. അപ്പൊ പുള്ളിക്കാരുടെ ഫ്യൂണറൽ നടക്കുന്നു. ആ ഒരു ദിവസത്തെ കഥ എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. അതിന് മുമ്പത്തെ ദിവസത്തേക്ക് ചെറിയൊരു പ്ലോട്ട് ബിൽഡിംഗ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു കഥയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനശ്വര രാജന്റെ അമ്മുമ്മയായിട്ടാണ് മല്ലിക സുകുമാരൻ വരുന്നത്, അച്ഛനായിട്ടാണ് അസീസ് വരുന്നത്. പിന്നെ അങ്ങനെയുള്ള കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി, മസ്റ്റ് വാച്ച് എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണിത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. ഈ കൂടുതലൊന്നും അറിയാൻ താല്പര്യമില്ല ഈ സിനിമയെ കുറിച്ചെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഗോ വാച്ച് ദ മൂവി. വേറൊന്നും പറയില്ല, ഇറ്റ്സ് എൻ അമേസിംഗ് മൂവി. ഈ സിനിമയുടെ ഈ ഒരു സിമ്പിൾ കഥ എന്ന് പറയുന്ന സാധനം, ഒരു മരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ ഈ ഒരു സിനിമ എന്തുകൊണ്ട് സ്പെഷ്യൽ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കഥ. എസ് വിപിൻ കൊണ്ടുവന്ന ഈ ഒരു കഥ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ത്രെഡാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ ത്രെഡിനെ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു റേഞ്ച് പരിപാടിയുണ്ട്. അതായത് അനശ്വര രാജന്റെ ഓൾറെഡി കല്യാണം നിശ്ചയിച്ച് വെച്ചേക്കാണ്. അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തോ ആണ് ഈ ഒരു അനശ്വരയുടെ കല്യാണ നിശ്ചയം എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് നടക്കുന്ന ചില ഇവന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബൈജു ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കരയോഗം പ്രസിഡന്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ജോമോൻ ജ്യോതിർ വരുന്നതാണെങ്കിൽ സിജു സണ്ണിയുടെ ഫ്രണ്ട് ആയിട്ടാണ് വരുന്നത്. സിജുവിനാണെങ്കിൽ അനശ്വരനെ ഇഷ്ടമാണ്. ഈ പുള്ളിക്കാരി ഇപ്പൊ അനശ്വര കല്യാണം കഴിക്കാൻ പോകുന്ന ഈ പയ്യൻ ഒരു എന്താ പറയാ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നിൽക്കുന്നതാണ്. അവിടെ ഇപ്പം SI ആവാനായിട്ട് ജസ്റ്റ് പോകുന്നേ ഉള്ളൂ. അവന് അനശ്വരയ്ക്ക് ഇഷ്ടമല്ല. അതുപോലുള്ള പിന്നെ വഴിത്തർക്കം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അതായത് ഈ ഒരു സംഭവം നടക്കുന്നത് വേറെ ഒന്നുമല്ല, ട്രിവാൻഡ്രത്താണ്. മംഗലാപുരം ആ ഒരു ഏരിയ എന്നുള്ള ഒരു രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തേക്കുന്നത്. അവർ പറയുന്ന സംസാരവും ബാക്കി പരിപാടി വെച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിൽ നടക്കുന്ന ഒരു കഥയാണ് എന്ന് നമുക്ക് തോന്നും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാസ്റ്റ് ആണ്. അത് എങ്ങനെ അവർ ഇത്രയും നല്ലൊരു കാസ്റ്റിംഗ് നടത്തി എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഗംഭീരമാണ്. ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും അത് അത്ര ഗംഭീരമായിട്ട് അവര് അത് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു അത്ഭുതം എന്ന് വേണം പറയാൻ. അതായത് ഈ ഒരു കാസ്റ്റിലുള്ള അതായത് ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത ക്യാരക്ടേഴ്സ് പോലും അവരത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് ഡയലോഗ് പോലും ഇല്ല, ലിറ്ററലി ഡയലോഗ് ഇല്ലാത്ത ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ അവർ കൊണ്ടുവരുന്ന ആ ഒരു ഒറിജിനാലിറ്റി, ഒരു ജെന്യുവൻ നേച്ചർ ഉണ്ട്. അതായത് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമയാണെന്ന് നമുക്ക് തോന്നില്ല. ഇത് ഒരു സ്ഥലത്ത് റിയൽ ആയിട്ട് നടക്കുന്നത് പോലെ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഗംഭീര പരിപാടിയാണ്. എസ് വിപിൻ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരനെ ഞാൻ കേട്ടില്ല ഡയറക്ടറിന്. അപ്പൊ ഞാൻ തപ്പിപ്പോയി ഇത് ആരാണ് എസ് വിപിൻ എന്നും പറഞ്ഞിട്ട് മോനെ കണ്ടെത്തി. ഈ സിനിമയ്ക്കകത്ത് ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തേക്കുന്ന ഒരു പുള്ളിക്കാരനാണ് എസ് വിപിൻ എന്ന് മനസ്സിലായി. ബേസിക്കലി ഡയറക്ടർ ഇതിന്റെ അകത്ത് ചെറിയൊരു സീൻ ചെയ്തിട്ടുണ്ട്. സല്യൂട്ട് എന്നല്ല വേറൊന്നും പറയില്ല, അത്ര ഗംഭീരമായിട്ട് ആ ഒരു സിനിമ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സും അവർക്ക് ആ ഒരു സാധനമുണ്ട്. എടാ ഇറ്റ്സ് ടു ഗുഡ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഈ ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു മരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് തോന്നും ആ ഒരു നാടിങ്ങനെ വെരി ബ്യൂട്ടിഫുള്ളി എന്താ പറയുക ഡെലിവേർഡ് ഒരു സ്റ്റോറി തന്നെയാണ്. കഥ സൂപ്പറാണ്, ഡയറക്ഷൻ സൂപ്പറാണ്, ഇതിന്റെ മ്യൂസിക് BGM പരിപാടി അതിമനോഹരമാണ്. എസ്പെഷ്യലി ജോമോൻ ചെയ്യുന്നത് ശക്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. എടാ മോനെ അവിടെയൊക്കെ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഐ എം ഗെറ്റിംഗ് എക്സൈറ്റഡ്. കാര്യം അത്രയ്ക്ക് നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക് ആണെങ്കിലും ശരി, ഒന്നും പറയില്ല. സിനിമാറ്റോഗ്രാഫി, സ്റ്റോറി, ആക്ടിങ്, ലൈറ്റിങ്, എല്ലാം കളറിങ് എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ ആലോചിച്ചോ, ഒരു ദിവസം ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം, അവിടെ ബോർ അടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷെ ബോർ അടിക്കാതെ ഇനി എന്ത് സംഭവിക്കും എന്നൊരു ആകാംക്ഷയിൽ, എന്നൊരു മുൾമുനയിൽ നിർത്താനായിട്ട് ഡയറക്ടറിന് പറ്റിയിട്ടുണ്ട്. അത് ആ പുള്ളിക്കാരന്റെ എഴുത്ത്. എസ് വിപിൻ എന്ന് പറയുന്ന ആ ലെജൻഡിന്റെ പുള്ളിക്കാരന്റെ ഫസ്റ്റ് വർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നെല്ല് തപ്പിയപ്പോഴും പുള്ളിക്കാരന്റെ ഫസ്റ്റ് വർക്ക് എന്നാണ് കാണുന്നത്.
എടാ മോനെ ഇതൊരു ഫസ്റ്റ് വർക്കായിട്ട് നമുക്ക് തോന്നൂല. കാര്യം അത്രയ്ക്ക് സൂപ്പറായിട്ട് പുള്ളിക്കാരൻ ഡെലിവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ടേഴ്സ്, ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞില്ലേ, ചെറിയ 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 ക്യാരക്ടേഴ്സ്, ഒരു ലോഡ് ആൾക്കാരുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. സോഷ്യൽ മീഡിയക്കകത്തുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്, പിന്നെ സീരിയൽസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ആന്റി വന്നിട്ട് അയ്യോ എന്റെ അക്കച്ചി പോയി എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു ആന്റി ഒക്കെ ഉണ്ട്. എടാ ലിറ്ററലി നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് അവർ അഭിനയിക്കുന്നതാണെന്ന് തോന്നൂല. അതുപോലെ ആ ഒരു മരണ വീട്ടിലെ ഒരു അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്ന കുറച്ച് ആന്റിമാര്, കുറച്ച് ചേച്ചിമാര്, അവരുടെ ഒരു സംസാരം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലോ മരണ എന്റെ അക്കച്ചി പോയി എന്നൊക്കെ പറഞ്ഞു വരുന്ന അതുപോലുള്ള കുറച്ചധികം ക്യാരക്ടേഴ്സ്. വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാര്. എടാ മോനെ ഇറ്റ്സ് ടു ഗുഡ് ടു ബി ട്രൂ. കാര്യം അത്രയ്ക്ക് ഗംഭീരമായിട്ടൊരു പടം. പക്ഷെ ഈ ഒരു സിനിമയെ കുറിച്ച് അത്രയും നല്ല ഒരു പ്രൊമോഷൻസ് അവർ കൊടുത്തില്ലെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര രീതിയിൽ ഒരു ഹിറ്റായെന്ന് തോന്നുന്നു. ഈ സിനിമ നന്നായിട്ട് ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരു സൂപ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ്, ബമ്പർ ഹിറ്റ് എന്തെങ്കിലും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു സിനിമ. ഐ ഡോണ്ട് നോ വൈ അത് അത്രയ്ക്ക് അങ്ങോട്ട് തിയേറ്റേഴ്സിൽ വന്നില്ല എന്നുള്ള. അസീസിന്റെ അഭിനയം, അതുപോലെ തന്നെ അനശ്വര രാജന്റെ അമ്മയുടെ ഒരു ക്യാരക്ടർ, ഇവിടെ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. പക്ഷെ ഇവര് കുറച്ച് ഇമോഷണൽ ഒരു സാധനങ്ങളുണ്ട്. അനശ്വര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി യൂഷ്വലി മിക്കവരും ഇപ്പം ഈ ഇറങ്ങുന്ന സിനിമകളൊക്കെ അനശ്വരനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പോരാ, അഭിനയം ശരിയല്ല, ഭയങ്കര ഓവറാണ് എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ എടാ ഇറ്റ്സ് ടു ഗുഡ് മാൻ, നന്നായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, ആക്ടറിന്റെ മാത്രമല്ല ഒരു ഡയറക്ടറിന്റെയും കൂടെ ഒരു പെർഫോമൻസ് ആണ് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തന്നെ എടാ ഇറ്റ്സ് റിയലി ഗുഡ്. വേറൊന്നുമില്ല, നിങ്ങൾ സിനിമ പോയി കാണുക. ക്ലൈമാക്സ് ഒക്കെ തന്നെ ഇതൊരു കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ്. നല്ല ഗംഭീരമായിട്ട് വന്ന ഒരു ക്ലൈമാക്സ്. അതും ഒരു ക്ലൈമാക്സ് വന്നിട്ട് അതിൻ്റെ ഒരു എൻഡ് നോട്ട് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് ആൾക്കാരുടെ കുറെ പരിപാടി. അത് എങ്ങനെ ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് ഒരു മെയിൻ പ്ലോട്ട്, ഒരു സിനിമ നമ്മൾ എപ്പോഴാണ് കൺവിൻസിങ് ആവുന്നതെന്ന് വെച്ചാൽ ഒരു മെയിൻ പ്ലോട്ട് ഉണ്ടാവും, അത് കോർ സാധനം ഉണ്ടാവും. അവിടെ എത്ര ലെയേഴ്സ് കയറും അത്രയും കൺവിൻസ്ഡ് ആകുന്നതാണ്. ഇത് മൊത്തം ലെയറാണ്. മെയിൻ ഒരു പ്ലോട്ട് മരണം എന്ന് പറഞ്ഞ സാധനത്തിന് ചുറ്റും ഇത്രയും സബ് പ്ലോട്ട്സ് അത്രയും റൺ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആവുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ജോയിൻ ആവുന്നുണ്ട്, മേർജ് ചെയ്ത് പോകണം ഈ ഒരു കഥ. എനിക്ക് പറയാം, ഇറ്റ് ഈസ് ടു ഗുഡ്. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദി മൂവി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ സിനിമയെ കുറിച്ച്? ഇതിൻ്റെ അകത്ത് ആക്ടിങ് ആണെങ്കിലും ശരി, അത് പോകുന്ന രീതിയാണെങ്കിലും കഥ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. അതാകുമ്പോഴത്തേന് ഈ ഒരു കമന്റ് നോക്കിയിട്ട് വേറെ ആർക്കെങ്കിലും സിനിമ കാണണോ കാണണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. ഐ ജസ്റ്റ് ഹാഡ് എ ബ്ലാസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. ഈ സിനിമയുടെ പേരെന്താ? യെസ്, വ്യസന സമേതം ബന്ധു മിത്രാദികൾ. ഗോ വാച്ച് ദ മൂവി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൺടിൽ ദെൻ, ബൈ.